പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ പടം ദുരന്തർ 2 നമ്മുടെ മാർച്ച് 19 റിലീസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 മണിക്കൂറോളം വരുമെന്നാണ് കേട്ടോ പറയുന്നത് പടവും. അതെ, എനിക്ക് തോന്നുന്നു ദുരന്തർ 1 എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നൊരു കാരണത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നേരം കണ്ടോട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ടോക്സിക് മാറ്റി വെച്ചെന്ന് പറയുന്നു. അതെ, ഒരു പേടി ഉണ്ടായെന്ന് തോന്നുന്നു. ദുരന്തർ ഇത്രയും വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതുകൊണ്ടാവാം ചിലപ്പോൾ ടോക്സിക്കിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായത്. കാരണം ഒരു ക്ലാഷ് വരണ്ട അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാവും. നമ്മുടെ ആട് വന്നുണ്ടോ? ആടുതിരക്ക് പേടിയൊന്നുമില്ല, ക്ലാഷ് ഇല്ലല്ലോ. ആടിനുള്ള മലയാളി ഓഡിയൻസിനെ ഒന്നും തൂക്കാൻ എനിക്ക് തോന്നുന്നില്ല ദുരന്തർ 2 കൊണ്ട് പറ്റുമെന്ന്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളിപ്പോൾ നല്ലൊരു കിടിലൻ ട്രെയിലർ ആയിരിക്കും കാണാൻ പോകുന്നുള്ള വിശ്വാസത്തോടെ നമ്മളത് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇടിച്ചങ്ങ് അതൊരു ചോദ്യമാണ്. ലുക്കൊക്കെ മാറ്റിയേ, മുടിയൊക്കെ വെട്ടി നല്ല പയ്യനായി. അതെ, ഇതിനകത്ത് ആ ഒരു ലുക്കായിരിക്കും. കഴിഞ്ഞതിനകത്ത് ഈ ലുക്കായിരുന്നല്ലോ. സഞ്ജയത്ത് അതെ, അതിനകത്ത് മോൻ വില്ലനായിരുന്നു. വില്ലനല്ല, ദീപാവലിയ. അങ്ങനെ ഇന്ന് പൂട്ടുവോ? हिंदुस्तानी काफिर का सर काटकर मुशर्रफ के दस्तरखान पर रखा था मेजर इकबाल ने। खुदा कसम, अब एक और हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा। അതെ, കലിപ്പിലാണ്. റിവെഞ്ചാണ് പരിപാടി. ഡയറക്ടർ ഫൂറി. കുട്ടികൾ തെറിക്കൂ. The Revenge, ദുരന്തർ. ആദിത്യത്താർ. ആദിത്യദർ ഫിലിം. Yes. जरवारी साहब, आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में. या बटक्स आर रियली वाइट. Look now for paid previews. സോ ഗൈസ്, അപ്പോൾ ഒരു ബീസ്റ്റ് മോഡ് പരിപാടിയാണ് ഇവിടെ വരുന്നത്. കാരണം ഓൾറെഡി ഒരു ബീസ്റ്റ് മോഡായിരുന്നു നമ്മുടെ ദുരന്തറിനകത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ശരിക്കും വിചാരിച്ചു പുള്ളിയുടെ ബോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റിനകത്തുള്ള പുള്ളിയുടെ ബോഡിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ബോഡിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീസ്റ്റ് ലെവലാണ്.
ടോട്ടലി. അപ്പൊ അത്തരത്തിലുള്ളൊരു റിവെഞ്ച് പരിപാടിയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ ടീംസും കഴിഞ്ഞതിനകത്ത് എല്ലാ ടീംസും ഇതിനകത്തും ഉണ്ട്. അപ്പൊ എന്തായാലും മലയാളമായിട്ട് ആ നായിക നമ്മുടെ അതിനകത്ത് നമ്മുടെ സാറ അതിനകത്തുണ്ട്. അപ്പോ ശരിക്കും പിന്നെ സംവിധായകനെ നമ്മുടെ മലയാളമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാം, പ്രിയദർശൻ ആക്രോശ് എന്നും തേസുന്നൊക്കെ ഡയലോഗ് റൈറ്റർ ആയിരുന്നു ഈ ഇതിന്റെ സംവിധാനം, നമ്മുടെ ആദിത്യമോൻ. അതെ. അപ്പൊ എന്തായാലും ആദിത്യയുടെ ഒരു വമ്പൻ പരിപാടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോഴേ അറിയാം പുള്ളി പ്ലാൻ ചെയ്യുന്നത് ഒരു എപ്പിക് റിവെഞ്ച് ആണെങ്കിൽ അത് തന്നെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വൺ ബ്ലഡ് ഷെഡും അടിയും വെട്ടും കുത്തും അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് റെക്കോർഡ് കളക്ഷൻ ഒന്ന് ഇന്ത്യയിൽ തന്നെ 1000 കോടി ഇന്ത്യയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത ഒരു സിനിമ എന്നുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ ഹിന്ദി സിനിമ ബോളിവുഡ് തകർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പടം വരുന്നത്. ഒരു പടം ഹിറ്റാവുന്നില്ല. ഷാറൂഖിന്റെ അമീർ ഖാന്റെ പോലും അങ്ങോട്ട് വർക്കാവുന്നില്ല. അപ്പോഴാണ് ഇത് കയറി ഒരു അടി അടിക്കുന്നത്. ഇത് ശരിക്കും എന്താ ഇതിലെ റിവെഞ്ച് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ബോക്സ് ഓഫീസിലൂടെ വൻ റിവെഞ്ച് ആയിപ്പോയി. അത് 1000 കോടി ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും ടോക്സിക് ചിലപ്പോൾ ഒന്ന് പേടിച്ചത്. അതെ, അത്രയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യാൻ നമ്മൾ വന്നാൽ ചിലപ്പോൾ പണി കിട്ടും എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കുക. പക്ഷേ എനിവേയ്സ് എന്തായാലും അടിപൊളി ഒരു അടിപ്പൻ പടമായിരിക്കും. എന്തായാലും എയർ റേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പിള്ളേരെ ഒന്നും കൊണ്ടുപോകേണ്ട പരിപാടി നിർത്തുക. ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല, കയറ്റത്തില്ല, പല തിയേറ്ററിലും കയറ്റത്തില്ലല്ലോ, കുട്ടികളെ കയറ്റാറില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് സിറ്റീസിലേക്കായിട്ടുണ്ട്. അതെ, പക്ഷെ ഇതിന്റെ ഇപ്പൊ ഫസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം അതിനകത്തുള്ള കുറെ വയലൻസ് കാര്യങ്ങളൊക്കെ അത്ര ഈസി അല്ല നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പൊ അതുപോലുള്ള സംഭവങ്ങളുമായി കുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സോ ഗൈസ്, ഒരു കിടിലൻ ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഒരു കിടിലൻ പടമായിരിക്കും. 4 മണിക്കൂർ നമ്മളെ സീറ്റിലിരുത്തി വിസിലടിപ്പിക്കുന്ന ഇടിയാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പടമായിരിക്കും. 4 മണിക്കൂർ ദൈർഘ്യമുള്ള പടം വേറെ വല്ലതും ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ? എൻ്റെ ഓർമ്മയില്ല. 4 മണിക്കൂർ ദൈർഘ്യമുള്ള പടം എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ദൈർഘ്യമുണ്ട്. അപ്പോൾ ഈ ദൈർഘ്യത്തെ എങ്ങനെയാണ് നമ്മുടെ ഡയറക്ടർ ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മുടെ സിനിമയിൽ നിന്ന് കാണാൻ പോകുന്നത്. സോ ഗൈസ്, പറഞ്ഞല്ലോ കിടിലൻ ട്രെയിലറായിരുന്നു. കിടിലൻ പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ബൈ.